Reaching officer, please proceed to hospital. Reaching officer, please proceed to hospital. ഹലോ. അപ്പം നമ്മുടെ ലക്ഷദ്വീപ് വീഡിയോസും ലക്ഷദ്വീപ് വിശേഷങ്ങൾ വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുകയാണ്. ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇത് എല്ലാവർക്കും ഇഷ്ടമാവും അല്ലെങ്കിൽ എല്ലാവർക്കും യൂസ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഞാൻ ഫുൾ എന്തായിട്ട് ഇടാൻ കാരണമെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ലക്ഷദ്വീപിലെ ഒരു അധ്യാപകൻ, ലക്ഷദ്വീപിൽ പഠിപ്പിക്കുന്ന കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ലക്ഷദ്വീപിനെ കുറിച്ചും ഇവിടുത്തെ ആൾക്കാരെക്കുറിച്ചും പിന്നെ ഇവിടെ എങ്ങനെ വരാം, പെർമിറ്റിൻ്റെ കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോ ആണ് ഇത്. ഞാൻ നിങ്ങൾക്ക് എത്ര പറഞ്ഞു തന്നാലും അത്ര നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം വെച്ചാൽ ഞാനിവിടെ ജസ്റ്റ് കറങ്ങാൻ വന്ന ഒരാളാണ്. പക്ഷേ ഇവിടുത്തെ ഒരാൾ പറഞ്ഞു തരുമ്പം അടിപൊളിയല്ലേ. അപ്പോൾ എനിക്ക് ഷിപ്പിൽ വെച്ച് ഒരു അധ്യാപകൻ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഒരു കൊച്ചു കുട്ടിക്ക് എങ്ങനെ ക്ലാസ് എടുക്കും അതേപോലെ ക്ലാസ് എടുത്ത ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബാ. ഹലോ. അപ്പോൾ ഞാൻ ഇവിടെ യാസ് എന്ന് വെച്ചാൽ എന്നെ പരിചയപ്പെട്ടു. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസും ഈ ലക്ഷദ്വീപ് ഇപ്പം ഈ കൽപ്പനി എന്തുകൊണ്ടാണ് ഷിപ്പ് പോകുന്നത് എല്ലാ ഡീറ്റെയിൽസും എനിക്ക് ആ ചേട്ടൻ പറഞ്ഞുതരും. നിങ്ങൾക്കും പറഞ്ഞുതരും. ലക്ഷദ്വീപിലെ കൽപ്പനി ദ്വീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൽപ്പനി ദ്വീപിൽ ഏകദേശം 7 ദ്വീപുകൾ അടങ്ങിയ ഒരു ദ്വീപ് സമൂഹമാണ് കൽപ്പനി ദ്വീപ് എന്ന് പറയുന്നത്. നിങ്ങൾ കാണാം ഇവിടെ ചുറ്റുവട്ടം തന്നെ ആ ദൂരെ കാണുന്നത് കൽപ്പനി ദ്വീപിലെ വളരെ അടുത്ത് കാണുന്ന ഒരു വലിയ ദ്വീപ് തന്നെയാണ്. ചെറിയം ദ്വീപ് എന്ന് പറയും. അത് ഈ അടുത്തായിട്ട് അത് ലക്ഷദ്വീപിലെ ഒരു പ്രമുഖ ടൂറിസ്റ്റ് ദ്വീപാക്കാൻ തീരുമാനമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ഇപ്പോൾ തീരുമാനത്തിൽ ഇപ്പോൾ സുഹേലി ദ്വീപ് അതുപോലെ തന്നെ കടമത്ത് ദ്വീപിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ദ്വീപ് അതുപോലെ തന്നെ ടൂറിസ്റ്റ് ദ്വീപാക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതിനടുത്തുള്ള ഈ വലിയ ദ്വീപാണ് കൽപ്പനി ഐലൻഡ് എന്ന് പറയുന്നത്. അതിനടുത്ത് ചെറിയ ഒരു ഒരൊറ്റ തെങ്ങ് മാത്രമുള്ള ഒരു ദ്വീപ് കാണാം. അത് കോടിത്തല എന്ന് പറയും. അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് 3 ദ്വീപുകളും കൂടി ഉണ്ട്. കുറഞ്ഞ ഈ ഭാഗത്ത് ഷിപ്പിൻ്റെ അങ്ങേ ഭാഗത്ത് കാണാം 3 ദ്വീപുകൾ. അത് പിട്ടി, തിലാക്കം, അതുപോലെ തന്നെ പിട്ടി 2 പിട്ടികളുണ്ട്. പിന്നെ മൂന്നാമതൊരു പിട്ടിയും കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ 2004 തോന്നുന്നു കലങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഒരു പ്രളയം വന്ന സമയത്ത് ഇല്ലാതായിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 7 ദ്വീപുകളിലൊരു സമൂഹമാണ് ഈ കൽപ്പനി ദ്വീപ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഇത് ഈസ്റ്റേൺ സൈഡാണ്. ഈസ്റ്റേൺ സൈഡിൽ ലഗൂൺ ഉണ്ടാവില്ല. ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപിൻ്റെയും വെസ്റ്റേൺ സൈഡിലാണ് ലഗൂൺ ഉണ്ടാവുക. ലഗൂൺ എന്ന് പറഞ്ഞാൽ ആയല്ലാത്ത കടൽ. അതായത് നമുക്ക് സ്വന്തം നീന്താനൊക്കെ പറ്റുന്ന ഏകദേശം ഒരു മാക്സിമം ഒരു 2 മീറ്ററൊക്കെ ആയ ഉണ്ടാവുള്ളൂ ലഗൂൺ എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ 3, 4, 5 മീറ്ററൊക്കെ ഉണ്ടാവും. എന്നാലും പൊതുവെ ഒരു അല്ല നമുക്ക് അതായത് കടലുള്ള തിരകളോ മറ്റൊന്നുമില്ല. നമുക്ക് വളരെ ഒരു കാമായിട്ടുള്ള ദ്വീപുകളായിരിക്കും. അപ്പോൾ അങ്ങനെ നല്ല സുഖത്തിൽ നീന്താനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ആയല്ലാത്ത കടലിനാണ് ലഗൂൺ എന്ന് പറയാം. ഈ ലഗൂൺ കഴിഞ്ഞാൽ ഒരു പിന്നെ നാച്ചുറലായ റീഫ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ റീഫ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കുറച്ച് ഒരു മതിൽ പോലെ തന്നെ അത് നാച്ചുറലായിട്ടുള്ള ഒരു ദ്വീപിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രൂപമാണ് ഈ റീഫ് എന്ന്. നിങ്ങൾ കാണാം, ദ്വീപിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാം റീഫ് എന്ന് പറഞ്ഞാൽ. അത് പൊതുവെ ഈ ഭാഗത്ത് റീഫ് ഉണ്ടാവാറില്ല. അതേസമയം മറ്റേ വെസ്റ്റേൺ സൈഡിലാണ് റീഫുള്ളത്. വെസ്റ്റേൺ സൈഡിൽ ഏകദേശം റീഫിലേക്ക് എത്തണമെങ്കിൽ 2, 3, 4 കിലോമീറ്റർ വരെ ഉണ്ട്. ഇവിടെയൊക്കെ ഏകദേശം ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും റീഫ് വരുന്നുണ്ട്. അപ്പോൾ വലിയ തിരകളൊക്കെ ആ റീഫിൽ തട്ടിയിട്ട് ഇല്ലാതാവും. അത് നാച്ചുറലായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതായത് ഈ പവിയ ദ്വീപുകൾക്ക് ഇവിടെ കോറൽ ദ്വീപുകൾക്കുള്ള നാച്ചുറൽ പ്രോസസ്സാണത്. ദ്വീപ് ദ്വീപ് വലുതാകുന്നതിനനുസരിച്ച് ലാസ്റ്റ് അത് ഇല്ലാതായി പോകും. ഇവിടെ അടുത്ത് നമ്മൾ ഇനി ഷിപ്പ് പോകുന്നത് അടുത്ത ആന്ധ്ര ദ്വീപിലേക്കാണ്. അവിടെ റീഫ് ഇല്ല, അവിടെ ലഗൂണും ഇല്ല. അതായത് ഒരു നമ്മളെ കേരളത്തിലൊക്കെ ഉള്ള കൊച്ചിയിലുള്ള ദ്വീപ് പോലെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെ ദ്വീപ് പോലെ തന്നെ റീഫ് ഇല്ലാത്ത അല്ലെങ്കിൽ ലഗൂൺ ഇല്ലാത്ത ദ്വീപായിരിക്കും ആന്ധ്ര ദ്വീപ്. പക്ഷേ ഈ കൽപ്പനി ദ്വീപും മറ്റുള്ള ദ്വീപുകളൊക്കെ വെസ്റ്റേൺ സൈഡിൽ നല്ല ലഗൂൺ ഉണ്ട്. അതായത് നീന്താനൊക്കെ പറ്റുന്ന ആയില്ലാത്ത കോറലുകൾ കാണുന്ന പവിയപ്പറ്റുകൾ കാണാൻ പറ്റാതെ നമുക്ക് സ്ക്യൂബ ഡൈവ് ചെയ്യാൻ പറ്റുന്ന സൗകര്യമായിരിക്കും ആ സൈഡിലുണ്ടാകും. ഈ സൈഡ് നമ്മളെ ഡെപ്താണ്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം ഏകദേശം ഒരു 500 മീറ്ററൊക്കെ ഇപ്പം തന്നെ ഇവിടെ ഡെപ്ത് ഉണ്ടാവും. ആദ്യത്തെ ദ്വീപ് നമ്മൾ കൊച്ചിക്ക് ഏറ്റവും അടുത്തുള്ള ദ്വീപ് ഈ കൽപ്പനി ദ്വീപാണുള്ളത്. പിന്നെ ആന്ധ്രോത്തി ദ്വീപ് നമ്മൾ ബേപ്പൂരിന് അടുത്താണെങ്കിൽ ആന്ധ്രോത്തി ദ്വീപ് എന്ന് പറയും. ഏകദേശം കൊച്ചി ഇപ്പോൾ ഞങ്ങൾക്ക് വന്നത് ഒരു 11 മണിക്കൂർ റണ്ണിങ് ഉള്ളൂ കൽപ്പനിയിലേക്ക്. നമ്മൾ കൊച്ചിയിൽ നിന്ന് 11-12 മണിക്കൂർ. ഇന്നൊരു 12 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും. പക്ഷേ അത് ഷിപ്പിൻ്റെ സ്പീഡിനനുസരിച്ചാണ്. പൊതുവെ ഒരു 10-11 മണിക്കൂർ കൊണ്ട് ഇങ്ങോട്ട് എത്തിപ്പോവും. പിന്നെ അതേപോലെ തന്നെ ആന്ധ്ര ദ്വീപിലേക്കാണെങ്കിൽ 1 മണിക്കൂർ എക്സ്ട്രാ ഓടേണ്ടി വരും കൊച്ചിയിൽ നിന്ന് വരികയാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് 2 മണിക്കൂറോ 3 മണിക്കൂർ ഓടാണ്ടാവും. പക്ഷേ ഡയറക്റ്റ് വരികയാണെങ്കിൽ ആന്ധ്ര ദ്വീപിലേക്കാണെങ്കിലും ഒരു 12-13 മണിക്കൂറിൻ്റെ റണ്ണിങ്ങേ ഉള്ളൂ. മറ്റുള്ള ദ്വീപുകൾ കുറച്ചും കൂടി ഇങ്ങനെ 4-5 മണിക്കൂർ എക്സ്ട്രാ വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കവരത്തിലേക്കാണെങ്കിൽ ഏകദേശം ഒരു 4 മണിക്കൂർ എക്സ്ട്രാ വരും. ഇവിടെ നിന്ന് ഇനി ഓടാൻ 4-5 മണിക്കൂർ എക്സ്ട്രാ ഓടേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ നമുക്ക് ഈ ഷിപ്പ് നാളെ എത്തുള്ളൂ കവരത്തിലേക്ക്. നിങ്ങൾ ഏതൊക്കെ ദ്വീപിലേക്ക് പോകുന്നുണ്ട്? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ടൂറിസ്റ്റ് ദ്വീപ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ബംഗാരം ദ്വീപാണ്. ആ ബംഗാർ ദ്വീപിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ലഗൂൺ ഏറ്റവും കൂടുതൽ ഡെപ്ത് കൂടിയതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേരളത്തിലുള്ള ആളുകളൊക്കെ നമ്മൾ ഈ ബംഗാരത്തെ അത്ര പ്രിഫർ ചെയ്യാറില്ല. അത് പ്രിഫർ ചെയ്യാറില്ല എന്നല്ല, എല്ലാവർക്കും പോകാൻ ഇഷ്ടമാണ്. പക്ഷേ
നല്ല ഡെപ്താണ്. ഇപ്പം നമുക്കൊക്കെ നീന്തി കളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളോ അധികം ഡെപ്ത് ഇല്ലാത്തടത്തായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഫോറിനേഴ്സ് അല്ല, അവർ കടലിൽ ജീവിക്കുന്ന ഒരാളുകളാണ്. അപ്പോൾ അവർ എല്ലാ ഇപ്പോൾ ഇവിടെയൊക്കെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ എന്ന് പറയുന്നത് അവർ പിന്നെ സ്ക്യൂബ ഡൈവിങ് മറ്റുള്ള സൗകര്യത്തിന് വേണ്ടി വരുന്നതാണ്. അപ്പോൾ നമ്മൾ കടലിൻ്റെ അടിയിലേക്ക് എത്രത്തോളം പോകുന്നു അത്രക്കും അതിൻ്റെ അടിയിലുള്ള കാണാനുള്ള കോറൽസിൻ്റെ വെറൈറ്റീസുകളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഓപ്പൺ വാട്ടർ ഉള്ളതും അതേപോലെ ഡീപ്പ് വാട്ടറും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഈ എന്ന് പറയുന്നത് ബംഗാർ എന്ന് പറയുന്ന ദ്വീപ് എന്ന് പറയുന്നത് നല്ല ഡെപ്താണ്. ഇതുപോലെ തന്നെ ചിലപ്പോൾ താഴ്ഭാഗം കാണില്ല, ലഗൂൺസ്, ഇൻസൈഡ് ലഗൂണ്, തെളിഞ്ഞ വെള്ളം ഒരുപാട് താഴോട്ട് ഡെപ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും അത്തരത്തിൽ അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോറൽസുകളൊക്കെ എന്തുണ്ട് ഈ ബംഗാരത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സ്ക്യൂബ ഡൈവിങ് നമ്മൾ ഫസ്റ്റ് സ്ക്യൂബ ഡൈവിങ് അത്രയൊന്നും ചെയ്യാൻ കഴിയില്ല. സാധാരണ നമ്മൾ ഒരു 3 മീറ്ററാണ് ചെയ്യുക നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ആളുകൾ. കുറച്ച് രണ്ടാം പ്രാവശ്യം ചെയ്യുമ്പോഴാണ് അത് പിന്നെ ഒരു 6 മീറ്ററോ അല്ലെങ്കിൽ 15 മീറ്ററോ അല്ലെങ്കിൽ 12 മീറ്ററോ അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത രീതിയിലുള്ള അത് 3 ഘട്ടങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രഷർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും, അതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഫോറിനേഴ്സ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ഈ ബംഗാരം പോലെയുള്ള സ്ഥലങ്ങളാണ്. എന്തായാലും അവിടെ പോകണം, നിർബന്ധമാണ്. കാരണം ലക്ഷദ്വീപിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേൾഡിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ബംഗാരം ദ്വീപാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ കോറൽസുകൾ കാണാമെന്നുള്ളതാണ്. മറ്റുള്ള ദ്വീപ് പോലെയുള്ള എല്ലാം പിന്നെ ഇതുപോലെയുള്ള ദ്വീപുകളൊക്കെ പലതും ഉണ്ടാവും. ബംഗാരത്തിൻ്റെ പ്രത്യേകത കൂടുതൽ അതാണ്. അപ്പോൾ എന്തായാലും അവിടെ പോകണം. പിന്നെ അഗത്തി ദ്വീപ് എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിലെ ഫ്ലൈറ്റ് വരുന്ന ദ്വീപാണ്. പിന്നെ അവിടെ ഒരുപാട് ഹട്ടുകളുണ്ട് താമസിക്കാൻ. മറ്റുള്ള ദ്വീപുകളൊന്നുമില്ല, കാരണം അത് കൂടുതൽ ഫ്ലൈറ്റ് വരുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് 3 ഫ്ലൈറ്റുകൾ അവിടെ വരുന്നുണ്ട്, പുതിയ ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹട്ടുകൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ഹട്ടിലുള്ള ഒരു ഹട്ട് ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അത് മറ്റുള്ള ദ്വീപുകൾ കുറവായിരിക്കും. മറ്റുള്ളവർ സാധാരണ നമ്മൾ ലോഡ്ജുകളൊക്കെ ആയിരിക്കും കൂടുതലായിട്ടുണ്ടാകാം. വേറെ ദ്വീപിനെ കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങൾ എനിക്ക് ചേട്ടൻ നാട് എവിടെയാണ്? ലക്ഷദ്വീപാണ്. അതിനെ കുറിച്ച് ഞാൻ കേരളക്കാരൻ തന്നെയാണ്. കേരളത്തിൽ മലപ്പുറം ജില്ലയിലാണ് ഞാൻ ഉള്ളത്. ലക്ഷദ്വീപല്ല, ഞാൻ മലപ്പുറം ജില്ലയിലാണ്. പക്ഷെ ഞാൻ ലക്ഷദ്വീപിൽ 7 വർഷത്തോളമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കടമത്ത് ദ്വീപിലാണ്. ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപിലും ഞാൻ പോയിട്ടുണ്ട്. കടമത്ത് ദ്വീപിലാണ് എൻ്റെ ജോലി. അവിടെയുള്ള ഒരു ഗവൺമെൻറ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കോൺട്രാക്റ്റ് ആയിട്ട് വർക്കാണ്. അവിടെ പൊതുവെ ദ്വീപിൽ എല്ലാവരും നമ്മളെ ഗൾഫിലെ സിസ്റ്റം പോലെ തന്നെ ഈ കോൺട്രാക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ആരും പെർമനന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ അങ്ങനെ ഒരു കടമത്ത് ദ്വീപിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവിടെ ഏകദേശം 7 വർഷമായി. 7 വർഷമായി. ലക്ഷദ്വീപിനെ കുറിച്ച് എന്താ അഭിപ്രായം? 7 വർഷത്തിൽ ചേട്ടന് എന്തൊക്കെയാ ഇഷ്ടപ്പെട്ടോ? അതോ ഈ കടലും ഇത് ഒരുപാട് കണ്ട് മടുത്തോ? എന്താ അല്ല, ലക്ഷദ്വീപിൽ നിന്ന് മടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. കാരണം ഇവിടുത്തെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സാധാരണ ലൈഫ്, അല്ലാതെ ഒരു പുതിയ ഒരു മോഡേൺ ലൈഫിന്റെ എല്ലാ പ്രോബ്ലംസ് ഒന്നും ഇവിടെ ഇല്ല. പിന്നെ ആളുകളൊക്കെ നല്ല സ്വഭാവക്കാരാണ്. സമാധാനമുണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു നല്ലൊരു നമുക്ക് ക്ലൈമറ്റ് നല്ലതാണ്. അതോടൊപ്പം തന്നെ ആളുകളും നമുക്ക് നല്ല രീതിയിലുള്ള നമുക്ക് വേറെയുള്ള മറ്റുള്ള നമ്മൾ കേരളത്തിലാണെങ്കിൽ പോലും നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആ നാട്ടിലുള്ള ആളുകൾ നമ്മളുടെ കമ്പനി ഉണ്ടെങ്കിൽ പോലും വേറൊരു ജില്ലയിൽ പോകുമ്പോൾ നമ്മളുള്ള അവരുടെ ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പക്ഷേ ലക്ഷദ്വീപ് അങ്ങനെയല്ല. നമ്മൾ ഒരു പരിചയമില്ലാത്ത ആളുകൾ നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ടാലും അവർ നല്ലൊരു ആതിഥ്യ മര്യാദ നമ്മൾക്ക് എല്ലാവിധ സൗകര്യം അവർ ചെയ്തു തരും. നമുക്ക് അതായത് ഒരാളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ച് അപരിചിതരെ നമ്മൾ അവിടെ അങ്ങനെ കുറേ ദിവസം നിൽക്കുമ്പോൾ നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് നമ്മൾ അപരിചിതരായ ഒരാളുകളെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് അവർക്കുള്ളത്. നമ്മൾ പൊതുവെ പരിചയമില്ലാത്ത ആളുകൾ ഇത്തരത്തിലുള്ള നമ്മളൊരു പരിഗണന നമ്മുടെ നാട്ടിൽ ഉണ്ടാവണമെന്നില്ല. പിന്നെ നമ്മൾ ഈ നാട്ടിൽ ഇങ്ങനെ കുറേ നിൽക്കുമ്പോൾ പിന്നെ നമ്മളവിടെ പരിചയമായത് കൊണ്ട് പിന്നെ അത്രത്തോളം പരിഗണന ഉണ്ടാകുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു പുതിയൊരാൾ വരുമ്പോൾ അവർക്ക് എല്ലാവിധ പരിഗണനയും കൊടുക്കും. അതൊരു പ്രത്യേകത തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് നമുക്ക് ജീവിക്കാനുള്ള. അതുപോലെ ഫിഷ് കാര്യങ്ങൾ, അതുപോലെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. പിന്നെ കേരളത്തിൽ സാധനങ്ങളെല്ലാം വരുന്നുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല, ജോലി ചെയ്ത് ഇങ്ങനെ പോകാനൊന്നും ബുദ്ധിമുട്ടില്ല. നല്ല സുഖമാണ്. 36 ദ്വീപുകളാണ് ലക്ഷദ്വീപിൽ ഉണ്ടെന്ന് പറയും. 36 ദ്വീപുകളാണ് ഉള്ളത്. 37 ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. ഒരു ദ്വീപ് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ഇവിടുത്തെ ഒരു ഷിപ്പിന്റെ പേര് ഏലിക്കൽപ്പനി എന്ന് പറയുന്ന ഒരു ഷിപ്പുണ്ട്. ഏലിക്കൽപ്പനി എന്ന് പറയുന്നത് കാർഗോ ഷിപ്പാണ്. ആ ഷിപ്പിന്റെ പേര് ഏലിക്കൽപ്പനി. ഇങ്ങനെ ഒരു ദ്വീപ് മുമ്പ് ഉണ്ടായിരുന്നു. അത് ആന്ത്രോത്ത് ദ്വീപ്. നമ്മളിപ്പോൾ കൽപ്പനി കഴിഞ്ഞ അടുത്ത ആന്ത്രോത്ത് ദ്വീപാണ്. ആന്ത്രോത്ത് ദ്വീപിൽ നിന്ന് ബേപ്പൂരിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു ആ ദ്വീപ് ഉണ്ടായിരുന്നത്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, 50 എനിക്കറിയില്ല, 50 100 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ദ്വീപാണ് എലിക്കൽപ്പനി പറയുന്ന ദ്വീപ്. ആ ദ്വീപ് അക്കാലത്ത് കടലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടോന്ന് അറിയില്ല. ഇവിടെയൊക്കെ മറ്റു മിത്തുകളൊക്കെ ഉണ്ട്. എന്തൊക്കെയോ കാരണം കൊണ്ട് ആളുകൾ പറയുന്നത് ദൈവ കോപാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അറിയില്ല. എന്തായാലും പ്രകൃതിപരമായിട്ട് എന്തെങ്കിലും കലാമിറ്റീസോ മറ്റോ ഉണ്ടായത് കൊണ്ടാണെന്ന് അറിയില്ല, ദ്വീപ് ഇല്ലാതായി പോയിട്ട് ഇപ്പം നമുക്ക് കാണാൻ പോലും കഴിയുന്നില്ല. മുമ്പ് അതുവഴി ഷിപ്പ് പോകാൻ കഴിയില്ലേ, നമുക്ക് താഴെ പോലും കാണുന്നില്ല. വെള്ളത്തിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, അതും കാണുന്നില്ല. എല്ലാം ഇല്ലാതായി പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്.
മുമ്പൊക്കെ അതുവഴി ഷിപ്പ് പോകാൻ കഴിയില്ലായിരുന്നു, കാരണം അടി തട്ടുന്നുള്ള രീതിയിൽ പോകാറ്. ഇപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല, അതുവഴി ഷിപ്പ് തന്നെ പോകുന്നുണ്ട്, ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ ഇല്ലാതായി പോയിട്ടുണ്ടെന്ന്. മറ്റ് 36 ദ്വീപാണെന്ന് പറയപ്പെടുന്നത്. ഈ ദ്വീപ് എന്ന് പറയുമ്പോൾ ചിലത് വെള്ളത്തിൻ്റെ താഴെയുള്ള ദ്വീപുകളുണ്ട്, മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദ്വീപുകളുണ്ട്, അതേപോലെ തന്നെ ചെറിയ ആൾതാമസമല്ലാത്ത മണൽത്തിട്ടകളുണ്ട്. ഇതെല്ലാം കൂടിയിട്ടാണ് 36 എന്ന് പറയുന്നത്. ആൾതാമസമുള്ളത് പൊതുവെ നമ്മൾ 10 ദ്വീപ് എന്ന് പറയുന്നത്. അതിന് പുറമെ ഇപ്പോൾ ടൂറിസ്റ്റ് ദ്വീപായിട്ടുള്ള ഈ ബംഗാരവും അതിനടുത്തുള്ള തിന്നക്കര, അത് ടൂറിസ്റ്റ് ദ്വീപാണ്. അപ്പം അങ്ങനെ അതും കൂടി കൂട്ടുകയാണെങ്കിൽ ഒരു 12 ദ്വീപോളം വരും. പിന്നെ ദ്വീപിനെ കുറിച്ച് എന്താ വേറെ എന്തൊക്കെ അറിയാനുള്ളത്? ഇനി എവിടെയൊക്കെ പോകണം? അല്ല, ദ്വീപ് ഞാൻ ഒരു എൻ്റെ വ്ളോഗിങ്ങിലെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഫുഡും കൂടിയാണ്, സ്ഥലം ഫുഡും കൂടിയാണ്. അപ്പോൾ ഇവിടെ വന്നാൽ രാഹുൽ നീ കഴിച്ചിട്ടേ പോകാവൂ എന്ന് പറയുന്ന ഫുഡ് ഏതായിരിക്കും? ഇവിടെ ദ്വീപിൽ നമുക്ക് കേരളത്തിൽ ഇതുവരെ കാണാത്തൊരു ഫുഡ് എന്ന് പറയുന്നത് കിലാഞ്ചി എന്ന് പറയുന്നൊരു ഫുഡുണ്ട്. നിങ്ങൾ ഇതിന് മുമ്പ് അതിനെക്കുറിച്ച് അറിയാമെന്നറിയില്ല. വളരെ നൈസ്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ വെള്ളയപ്പം എന്നൊക്കെ പറയുമല്ലോ. ഇപ്പോൾ വെള്ളയപ്പം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ചിലപ്പം മൈദപ്പൊടിയോ മറ്റോ അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന വേറെ എന്തെങ്കിലും സംഭവമായിരിക്കും. പക്ഷേ നമുക്ക് കണ്ടല്ലത് വെള്ളയപ്പം പോലെ തോന്നും. പക്ഷേ ഇവിടെ അത് കോഴിമുട്ടയുടെ വെള്ളയും മഞ്ഞ കുറച്ച് ചേർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. കോഴിമുട്ടയുടെ വെള്ളയും അതേപോലെ തന്നെ എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നത് വളരെ നൈസായിട്ടുള്ള, നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ കല്ലിന് പുറത്ത് വളരെ നൈസായിട്ടുള്ള ഒരു ഐറ്റം ഫുഡുകളൊക്കെ ഉണ്ടാക്കുമല്ലോ, ഇതുപോലെ ഇത് കല്ലിന് പുറത്തല്ല, മറിച്ച് ഒരു കുണ്ടുള്ള പാത്രം. നമ്മളിപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പോലെ ഒരു ചട്ടിയാണ്, അതിൽ വളരെ നൈസായിട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കർച്ചീഫൊക്കെ എന്ന് പറയും, ചില ആളുകൾ അതിന് കർച്ചീഫ് എന്ന് പറയും. അത്രയ്ക്കും വളരെ നൈസായിട്ടുള്ള ഒരു ഫുഡ്. അത് മടക്കിയിട്ട് കർച്ചീഫ് പോലെ തന്നെ നമുക്ക് തരാം. അപ്പോൾ ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ 4 മടക്കാക്കിയിട്ട് നമുക്ക് തരുള്ളൂ. അതാണ് ഈ ദ്വീപിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ്, കിലാഞ്ചി. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ ബിരിയാണിക്ക് പകരമായിട്ട് ഇവിടെ ഇട്ട് ബന്ധത് എന്ന് പറയുന്നൊരു ഫുഡുണ്ട്. ഇട്ട് ബന്ധത് എന്ന് പറയും. ഇട്ട് ബന്ധത്, അതായത് ബന്ധത് എന്ന് പറഞ്ഞാൽ നമ്മൾ വേവിച്ചത് എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ പറയലിന് ഇട്ട് ബന്ധത് എന്നാണ്. അതായത് നമ്മുടെ നാട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്ന ആ സിസ്റ്റം അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ തേങ്ങാച്ചോറ് എന്നൊക്കെ അറിയാം നിങ്ങൾക്ക്. ഈ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മൾ ചോറിലൊക്കെ തന്നെ നമ്മളിപ്പോൾ എന്തുകൊണ്ടും ഇട്ട് ബന്ധത് ഉണ്ടാക്കാം. ഫിഷ് കൊണ്ടാണെങ്കിൽ ഫിഷ് ഇട്ട് ബന്ധത്, ബീഫ് കൊണ്ടാണെങ്കിൽ ബീഫ് ഇട്ട് ബന്ധത്, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഇട്ട് ബന്ധത് എന്ന് പറയും. അപ്പോൾ അതിട്ടിട്ട് അതിൽ പൊടികളും മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്നിച്ച് വെള്ളം വറ്റിച്ചെടുക്കുന്ന ഒരു രീതി, അത് ഇവിടുത്തെ ഒരു ഫുഡാണ്. ഇവിടുത്തെ മെയിൻ ഫുഡ്. അത് എല്ലാ ദ്വീപിലും ഇപ്പോൾ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ബിരിയാണി സിസ്റ്റം അല്ല. ഈ വെള്ളം ഇട്ട് ബന്ധത് എന്ന് പറയും. ഇട്ട് ബന്ധത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിലേക്ക് ഇട്ടത്, ഇട്ട് ബന്ധത് എന്നുള്ള അർത്ഥത്തിലാണ്. ബന്ധത് എന്ന് പറഞ്ഞാൽ വേവിച്ചതെന്നുള്ള അർത്ഥത്തിൽ. അതൊക്കെ ഇതാണ് സാധാരണ ഒരു ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡായിട്ടുള്ളത്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാച്ചുറൽ ഫുഡാണത്. അതാണ് നമ്മൾ സാധാരണ കഴിക്കാറുള്ളത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ നമ്മൾ സാധാരണ ഈ നേർച്ച അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവല്ലോ പള്ളികളിലൊക്കെ. ഇപ്പോൾ ഈ പരിപാടിക്കൊക്കെ കേരളത്തിലാണെങ്കിൽ ചിലപ്പം ബിരിയാണി ആയിരിക്കും, നെയ്ച്ചോറായിരിക്കാം, അല്ലെങ്കിൽ വേറെ പത്തിരികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഏതൊരു പള്ളിയിൽ പ്രോഗ്രാം ഉണ്ടാണെങ്കിലും ഇപ്പോൾ ചീരണി എന്ന് പറയും. നമ്മൾ കേരളത്തിലും പറയാറുണ്ട്. അതായത് ഒരു പള്ളിയിൽ എന്തെങ്കിലും പ്രത്യേക പ്രോഗ്രാം ഉണ്ടാകുകയാണെങ്കിൽ കൊടുക്കുന്ന സംഭവത്തിനാണ് ചീരണി കൊടുക്കാന്ന് പറയും. ഇതേപോലെ തന്നെ ഇവിടെ ഏതൊരു പള്ളിയിലുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ ആളുകൾ എന്ത് പ്രോഗ്രാം ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു ഫുഡാണ് ഉണ്ടാക്കുക, ചീരണി എന്ന് പറയും. ചീരണി എന്ന് പറഞ്ഞാൽ ഈ ഫുഡിനാണ്, ഈ ഇട്ടുബന്ധതാണ് ഒരു ചീരണിയായി. ചീരണി കേരളത്തിലുള്ള ഒരു സിസ്റ്റം തന്നെയാണ്, ഒരു പഴയ സിസ്റ്റമാണ്. ഇവിടെ അതിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ ഈ ചീരണി എന്ന് പറയുമ്പോൾ ഈ ഇട്ടുബന്ധതായിരിക്കും അവർ കൊടുക്കുക. അവരവർ അവൈലബിലിറ്റിക്ക് അനുസരിച്ച്. അത് ഏത് ഇട്ട് ബന്ധമെന്നില്ല. ഇപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഇട്ട് ബന്ധമായിരിക്കും. അതേപോലെ തന്നെ ആടാണെങ്കിൽ ആട് ഇട്ട് ബന്ധത്. നോർമലി ഇട്ട് ബന്ധം എന്ന് പറയാം. ഓരോ ദ്വീപുകാരും ഓരോ രീതിയിലാണ് പറയാം. പൊതുവെ ദ്വീപുകാർ അതിന് ഇട്ട് ബന്ധം എന്നാണ് പറയാം. അത്രയെന്ന് പറയാറുണ്ട്. സോ നമ്മൾ ഷിപ്പിൻ്റെ ഈ സൈഡ് നിന്നിട്ട് ചേട്ടാ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ ആ സൈഡിലോട്ട് പോവാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ലക്ഷദ്വീപിൻ്റെ ഒരു വിക്കിപീഡിയ കിട്ടിയ ഫീലാണ്. ഒരുപാട് അറിയാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ എല്ലാം അറിയാൻ പറ്റും. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം. കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സൂപ്പർ ഡ്യൂപ്പർ ചാനൽ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര യൂസ് ആവും. ഈ ദ്വീപിൻ്റെ മറ്റൊരു സൈഡിലാണ് ഈ ദ്വീപിൻ്റെ ഇത് ഈസ്റ്റേൺ സൈഡാണ്. ഇതിൻ്റെ അങ്ങേ ഭാഗത്താണ് 3 ദ്വീപുകൾ. വളരെ അടുത്ത് തന്നെയാണ്, നമുക്ക് നടന്നു പോകാനുള്ള ദൂരം തന്നെ ഉള്ളൂ. പക്ഷെ നമുക്കൊരു ചെറിയ കയാക്കൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇതല്ല, ഇത് ദ്വീപിൻ്റെ അങ്ങേ അറ്റാണ്. ഇതിൻ്റെ അങ്ങേ പറ്റം നമ്മൾ ഷിപ്പ് ചെയ്ത ഭാഗത്ത് നിർത്തിയോണ്ട് കാണുന്നില്ല. ആ സൈഡിലായിട്ട് എന്തുണ്ട്, 3 ദ്വീപുകളുണ്ട്. 2 പിട്ടിയും ഒരു തിലാക്കവും. അതാണ് അതിൻ്റെ പേര്. ഇവിടെ ദ്വീപിലെ ഒരു ട്രഡീഷണൽ പേരുകൾ 2 പിട്ടിയുണ്ട്. നേരത്തെ 3 പിട്ടി ഉണ്ടായിരുന്നു. ഒരു പിട്ടി 2004 കലങ്ങിപ്പോയെന്ന് പറയുന്നുണ്ട്. വെള്ളത്തിലില്ലാതായി പോയി, ഒരു പ്രളയം ഉണ്ടായ സമയത്ത് പോയതാണ്. പിന്നെ ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ ഓക്കി വന്ന സമയത്തും അതിനൊരുപാട് ഇല്ലാതായി പോയിട്ടുണ്ട്. എന്നാൽ പോലും ആ ദ്വീപ് കലങ്ങിയതുകൊണ്ട് അവിടെ ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നമുക്ക് ഫുട്ബോൾ കളിക്കുന്ന പോലെ ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മളെ കാലിൻ്റെ പകുതി വളരെ താഴെ വരെ വെള്ളം അവിടെ ഉണ്ടാവുള്ളൂ. നമുക്ക് 1 കിലോമീറ്റർ നടന്നു പോകാം. 1 കിലോമീറ്റർ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ മുട്ടിന് താഴെ വെള്ളം ഉണ്ടാവുള്ളൂ. അത്രക്കും അവിടെ ദ്വീപ് കലങ്ങിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് മണൽ മാത്രമായിരിക്കും അവിടെ ഉണ്ടാകുക. പിന്നെ ദ്വീപിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിൽ എഡ്യൂക്കേറ്റഡ് ആയ ദ്വീപാണ്. അതാണ് വേറൊരു പ്രത്യേകത. ലക്ഷദ്വീപിലെ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ദ്വീപാണ്.
കാരണം ഇവിടെ കൊച്ചിയുടെ അടുത്തുകൊണ്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും കൊച്ചിയിൽ പഠിച്ചല്ലോ. എനിക്ക് തോന്നുന്നത് ഒരു ജനസാന്ദ്രതയുടെ ഒരു ഇത് പരിഗണിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് ഉള്ള ഒരു ദ്വീപായിരിക്കും ഇത് കൽപ്പേനി. അതായത് കേരളത്തിൽ വരെ ഇത്രയും ഒരു ചെറിയൊരു പോർഷനിൽ ഇത്രയും ഡോക്ടേഴ്സ് കേരളത്തിൽ എവിടെ ഉണ്ടാവില്ല, കേരളത്തിലെ ലോകത്തിലുണ്ടാവില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പെർമിറ്റ് എടുക്കുന്ന എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ പറഞ്ഞു തരാം എൻ്റെ അറിവിൽ. പക്ഷേ ഞാൻ പറയുന്ന കാര്യം ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നു പോകുന്നത്, അല്ലെ ഇവിടെ തന്നെ ഉള്ള ചേട്ടൻ ഇവിടെ നമ്മുടെ ഈ ചേട്ടൻ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരും, പറഞ്ഞു തരും പെർമിറ്റ് എങ്ങനെയാണ് എടുക്കുന്ന, ഡീറ്റെയിൽസ് എന്താ, അത് ഈസി ആണോ എങ്ങനെയാണെന്ന് പറയാമല്ലോ കേട്ടോ. ലക്ഷദ്വീപിലേക്ക് വരാൻ നേരത്തെ പെർമിറ്റ് എടുക്കുക എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ പരിപാടിയായിരുന്നു. കാരണം അത് മാനുവലായൊരു പ്രോസസ്സായിരുന്നു നേരത്തെ. അതായത് ഇവിടെയുള്ള ആളുകൾ സ്പോൺസർ ചെയ്ത് ഇവിടെയുള്ള പഞ്ചായത്തിലൂടെ പ്രോസസ്സിങ് നടക്കാനുണ്ട്. അതേപോലെ തന്നെ ഇതൊന്ന് അറ്റൻഡ് ചെയ്യുമോ സർ? പഞ്ചായത്തിലൊക്കെ ഉള്ള പ്രോസസ്സ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്യാപിറ്റലിലേക്ക് വരണം, കവരത്തിലേക്ക് അവിടെ പ്രോസസ്സ് ചെയ്യണം. അത് കഴിഞ്ഞ് കൊച്ചിയിൽ പ്രോസസ്സ് നടക്കണം, അതനുസരിച്ച് PCC എടുക്കണം. ഇങ്ങനെ ഒരുപാട് വലിയ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടുത്തായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇവിടെ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിൻ്റെ പ്രൊസീജിയർ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈനാണ് കാര്യങ്ങളെല്ലാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4 ദിവസം കൊണ്ട് പെർമിറ്റ് വേണമെങ്കിൽ കിട്ടും എന്നുള്ളതാണ്. അതേസമയം നേരത്തെ നമുക്ക് 1 മാസം എടുത്തിരുന്നു പെർമിറ്റ് കിട്ടാൻ. ഇപ്പോൾ വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമുക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളായിരുന്നു ഈ സ്പോൺസർഷിപ്പ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരുപാട് ഏജന്റുമാരുണ്ട്, അതായത് പ്രൈവറ്റ് ആയിട്ടും ഗവൺമെൻറ് ആയിട്ടും ഒക്കെ ഏജന്റുമാരുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് ആഡുകൾ അവൈലബിൾ ആയിരിക്കും, അവർ വഴി ചെയ്യായിരിക്കും ഒന്നുകൂടെ നമുക്ക് എളുപ്പമായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ട് നമുക്ക് ദ്വീപിൽ പരിചയമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇവിടെയുള്ള ആളുകൾ ഒരു കാർഡ് ഹോൾഡർ ആർക്കും സ്പോൺസർ ആവാം. ലക്ഷദ്വീപിൽ കാർഡ് ഹോൾഡർ ആയാൽ മതി, നമ്മുടെ റേഷൻ കാർഡ് ഹോൾഡർ ആയാൽ മതി, അവർക്ക് എല്ലാവർക്കും സ്പോൺസർ ആവാം. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ പൊതുവെ നമുക്ക് ഇവിടെ ആളുകൾ ചെയ്യുമ്പോൾ അവരെ അക്കോമഡേറ്റ് ചെയ്യണം, അവരുടെ റിസ്ക്കും കാര്യങ്ങളും ഏറ്റെടുക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ പരിപാടിക്ക് നിൽക്കില്ല. പക്ഷെ ആ ഒരു ടൂറിസം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറേ ആളുകളുണ്ട്, അവർ ആഡൊക്കെ കൊടുത്ത് ചെയ്യുന്നവരുണ്ട്, അവരിതിനെ സാധാരണ ഏറ്റെടുക്കും. ഇതല്ലാത്ത രൂപം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ്മാർ ലക്ഷദ്വീപിലുണ്ടാവും, നമ്മളെ കൂടെ പഠിച്ചവരുണ്ടാവും, നമ്മുടെ കോളേജിൽ പഠിച്ചവരുണ്ടാവും, മറ്റുള്ള രീതിയിലുള്ള ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും. ഇവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുകയാണെങ്കിൽ അവർ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ആധാറും ഡീറ്റെയിൽസും കൊടുക്കുക. അവർ ചോദിക്കുന്ന കാര്യം എനിക്ക് ആധാറാണ് മെയിനായിട്ട് കൊടുക്കാനുള്ളത്, നമ്മളെ പേര് മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവരിന് ഒരു ലക്ഷദ്വീപിലുള്ള ഒരു വ്യക്തി നമ്മൾ കൊണ്ടുവരാമെന്ന് അവർ വില്ലിങ് ആകുകയാണെങ്കിൽ അവർ ഏകദേശം ഒരു ടൈം നമ്മോട് ആ ടൈം പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് PCC എടുത്തു വെക്കണം. പോലീസ് സ്റ്റേഷൻ വെരിഫിക്കേഷൻ, നമ്മൾ പോലീസ് സ്റ്റേഷൻ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ നമ്മൾ ഓക്കെ ആണെന്നുള്ള അത് എടുത്തു വെക്കണം. അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ക്ലിയറൻസ്, അതായത് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ഇത് എടുത്തു വെച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ ദ്വീപിലുള്ള നമ്മളെ സ്പോൺസർ, അതായത് ഈ സ്പോൺസർ വഴി മാത്രം ഇങ്ങോട്ട് വരാൻ കഴിയുള്ളൂ. അതായത് ലക്ഷദ്വീപിൻ്റെ ഒരു സ്പെഷ്യൽ നിയമമാണ്. ഇന്ത്യയിലെ ചില സ്റ്റേറ്റുകൾക്കൊക്കെ ഉള്ളതുപോലെ മണിപ്പൂരും മേഘാലയ പോലുള്ള സ്റ്റേറ്റുകൾക്ക് അത്തരത്തിലുള്ള സ്പെഷ്യൽ നിയമമുണ്ട്, ലക്ഷദ്വീപിനും ആ നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരാൾ സ്പോൺസർ ചെയ്തിട്ടേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരൊരു കാർഡ് ഹോൾഡർ ആയിരിക്കണം. അദ്ദേഹം എന്ത് ചെയ്യും, നമ്മളെ കാര്യങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യുക. അപ്പോൾ ആ ഓൺലൈനിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കാർഡിൻ്റെ കാര്യം അപ്ലോഡ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഒരു ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് അവരൊക്കെ ഫോം ഉണ്ടാവും. ഈ വ്യക്തികൾ അവർ പഞ്ചായത്തിൽ നിന്നും മറ്റോ കിട്ടും അവർക്ക്. ആ ഡിക്ലറേഷൻ കാര്യം അവർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 4 ഡേയ്സിൽ കാര്യങ്ങൾ ഓക്കെ ആവും. ഇനി ഈ സൈറ്റിൽ നമുക്കിങ്ങനെ ടിക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ഏതൊക്കെ ദ്വീപിലേക്ക് പോകണം. പൊതുവെ നിങ്ങൾ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ നമ്മൾ 1-2 ദ്വീപ് അല്പം താല്പര്യം ഉണ്ടാവുള്ളൂ. എന്നാൽ പോലും നമ്മൾ എല്ലാ ദ്വീപും ടിക്ക് ചെയ്യണം. അത് എന്താ പല ആളുകൾക്കും പറ്റിപ്പോകുന്നൊരു മിസ്റ്റേക്കാണ്. അതില്ലെങ്കിൽ നമ്മൾ ദ്വീപിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ക്ലൈമറ്റ് ഏത് സമയത്ത് മാറാം, ഷിപ്പ് ഏത് സമയത്ത് കിട്ടാതിരിക്കാം. ഈവൻ ഞാനിപ്പോൾ ഇന്ന് വരുന്നത് തന്നെ ഞാൻ രാവിലെ വേറൊരു ഷിപ്പിലാണ് കയറേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഷിപ്പിൽ കയറാൻ പറ്റാതെ ഈ ഷിപ്പിലാണ് കയറിയത്. അത് വേറെ റീസൺ കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ പെർമിറ്റ് ഹോൾഡേഴ്സ് ആകുമ്പോൾ ഇതുപോലെ തന്നെ മാറിക്കയറാം. ഞങ്ങൾക്ക് ഗവൺമെൻറ് എംപ്ലോയീസ് ആയതുകൊണ്ട് തന്നെ മാറിക്കയറുന്നതിന് പ്രശ്നമല്ല. നിങ്ങൾക്ക് അങ്ങനെ കയറണമെങ്കിൽ എന്ത് വേണം, പെർമിറ്റ് വേണം. അപ്പോൾ പെർമിറ്റ് ഉണ്ടെങ്കിൽ അത് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ പെർമിറ്റ് ഉണ്ടെങ്കിൽ വേറെ ഷിപ്പിലും കയറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഏത് ദ്വീപിലെയും ഷിപ്പ് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇറങ്ങാം പെർമിറ്റ് ഉണ്ടെങ്കിൽ. പെർമിറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ കഴിയില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. അത് എപ്പോഴും നമ്മൾ പെർമിറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം ദ്വീപ് നിങ്ങൾ ടിക്ക് ചെയ്യുക. അതായത് നമ്മൾ പോകാൻ പോസിബിലിറ്റി ഉള്ള എല്ലാ ദ്വീപും. ഇപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ കൽപ്പേനി, ആന്ത്രോത്ത്, അഗത്തി, കവരത്തി, അതേപോലെ തന്നെ ബംഗാരം, അവിടെ തന്നെ തിന്നകര എന്ന ദ്വീപുണ്ട്. അതേപോലെ തന്നെ മറ്റ് അമിനി, കടമത്ത്, കിൽത്താൻ, ചത്തിലത്ത്, അങ്ങനെ ഏകദേശം 8-9 ദ്വീപുണ്ട്. പിന്നെ ബിത്രയും കൂടുമ്പോൾ 10 ദ്വീപാവും. ബിത്രയിലേക്ക് പോകാൻ അധികം പോസിബിലിറ്റി ഉണ്ടാവില്ല. എന്നാലും ബാക്കിയുള്ള 9 ദ്വീപുകൾ നിങ്ങൾ ടിക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കുകയാണെങ്കിലാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ നമുക്ക് ഏത് ദ്വീപിലും എപ്പോഴും പോവാം. ആ ഒരു പെർമിഷൻ അത് നല്ലൊരു കാര്യമാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. മറ്റ് പിന്നെ പെർമിഷൻ എന്നുള്ളത് പണ്ടത്തെ പോലെ ബുദ്ധിമുട്ടില്ല. ഞാൻ പറയില്ല, ഒരു സ്പോൺസർ റെഡി ആകുക, ആ സ്പോൺസറാണ് ബാക്കി കാര്യം ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ഈസി. നമുക്ക് തന്നെ സൈറ്റിൽ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ആളുകൾ ഈ സൈറ്റിൽ കയറി നോക്കാം.
അപ്പോൾ സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മൾ കുടുങ്ങി പോകുന്നത് ഒരു കാർഡ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതേപോലെ ഡിക്ലറേഷൻ അത് രണ്ടും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കേ ചെയ്യാനുള്ളൂ. ഈ 2 കാര്യങ്ങൾ നമുക്കില്ലാത്തത് കൊണ്ട് നമുക്ക് കേരളക്കാർക്ക് ഈ പ്രൊസീജിയർ ചെയ്യാൻ കഴിയില്ല. വളരെ സിമ്പിളായ പ്രൊസീജിയറാണ്. ആ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് നോക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ദ്വീപിലുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം പ്രൊസീജിയർ നമുക്ക് ചെയ്യാം, പക്ഷേ ഈ 2 കാര്യങ്ങൾ അവർ തരണം. അപ്പോൾ നമുക്ക് തന്നെ എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചില ആളുകൾക്ക് ഈ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മടി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അവരോട് ഇത് അയച്ചു തരാൻ പറഞ്ഞാൽ മതി, കാർഡിൻ്റെ കോപ്പിയോ മറ്റോ അയച്ചു തന്നാൽ നമുക്ക് ചെയ്യാനുള്ള അത്രയും സിമ്പിളായ പ്രൊസീജിയറേ ഉള്ളൂ. പിന്നെ ഒരു 4 ദിവസം കൊണ്ട് ഓർഡറായി കിട്ടും. ഓർഡറായി കിട്ടിക്കഴിഞ്ഞാൽ കാര്യം ഇപ്പോൾ ഓരോ ടൈമിനനുസരിച്ചാട്ടോ. ഇപ്പോൾ ഇലക്ഷൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് പ്രോസസ്സിങ് ചിലപ്പോൾ നിർത്തി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇനി ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ലക്ഷദ്വീപിലെ സീസണിൻ്റെ പ്രശ്നമുണ്ട്. കാരണം ഇപ്പോൾ മെയ് 15 വരെയാണ് പൊതുവേ നമ്മൾ ഒരു നല്ല ഫെയർ സീസണായിട്ട് പറയാം. മെയ് 15 കഴിഞ്ഞാൽ മഴക്കാലമൊക്കെ വരുന്നതുകൊണ്ട് മൺസൂണൊക്കെ വരുന്നതുകൊണ്ട് കടൽ റഫാവും. ലക്ഷദ്വീപിലേക്ക് വരുന്നത് പറഞ്ഞാൽ കടലിൻ്റെ അടിയിലുള്ള എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ റഫായി കഴിഞ്ഞാൽ പിന്നെ ആ ടൈമിൽ വന്നിട്ട് കാര്യമില്ല. പിന്നെ ഏകദേശം അടുത്തൊരു ഒക്ടോബർ നവംബർ ആകുമ്പോൾ പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് അത് കാണാൻ കഴിയും. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ നല്ല കടലാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ കടലൊക്കെ നല്ല ഓക്കെ അല്ലേ, കുഴപ്പം ഇങ്ങനെയൊന്നുമല്ല, ശാന്തമാണ്. ഇതിലേറെ ശാന്തമാവും. അതോരോ ചെറിയൊരു കാറ്റുണ്ട്. കാറ്റൊന്നും ഇല്ലെങ്കിൽ വളരെ നമ്മളിപ്പോൾ കുളത്തിലെ വെള്ളം പോലെ വളരെ സൈലൻ്റ് ആയിരിക്കും, കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും ഉണ്ടാവും. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം വെച്ചാൽ ഞാൻ പറയുന്ന ഡീറ്റെയിൽസിന് ലിമിറ്റേഷൻ ഉണ്ടാവും. കാരണം വെച്ചാൽ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ക്ലിയർ എത്ര നേരം എടുക്കുന്നറിയോ? ആ ചേട്ടൻ ക്ലിയറാണ് പറഞ്ഞാൽ കാലാവസ്ഥ, ഫുഡ്, ഇവിടുത്തെ ദ്വീപുകളെ കുറിച്ച് ഭയങ്കര നോളജായിട്ട് പുള്ളിക്കാരൻ ഒരു പുള്ളിക്കാരൻ പ്രൊഫസറാണ്. അപ്പോൾ സ്റ്റുഡൻറ്റിന് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ നിങ്ങൾക്കും പിടിച്ചു തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ വരുമ്പോൾ ഉള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായില്ലേ? നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ എല്ലാവരും ചോദിക്കാം, ചേട്ടനോടും ചോദിക്കാം. ശരിക്കും ഭയങ്കര വലിയൊരു എപ്പിസോഡിൻ്റെ കണ്ടന്റ് നല്ല ഞാൻ ഇതിനെ പറയുന്നത്. എൻ്റെ എപ്പിസോഡിൽ നല്ല അടിപൊളി ഇൻഫോർമേഷൻ ഇവിടെ ഉള്ള ഒരു ചേട്ടനിൽ തന്നെ നിങ്ങളെ എത്തിക്കാൻ പറ്റിയില്ലേ? സോ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല ലക്ഷദ്വീപ് എങ്ങനെയാണ്, ലക്ഷദ്വീപിലെ ആൾക്കാർ എങ്ങനെയാണ്, അല്ല ലക്ഷദ്വീപിൽ എങ്ങനെ ഇങ്ങോട്ടൊക്കെ വരാം, ഇവിടുത്തെ ഓരോ ദ്വീപുകളെ കുറിച്ചൊക്കെ പുള്ളിക്കാരൻ പറയുന്നത് കേട്ടില്ലേ? അടിപൊളിയല്ലേ? സോ ഈ വീഡിയോ ഞാൻ ഒരു പുതിയൊരു ഇടയിലൊരു സബ്ജക്റ്റായിട്ടോ ഒരു ക്ലിപ്പായിട്ടോ ചെയ്യാതെ നിങ്ങൾക്ക് ഡീറ്റെയിൽ മനസ്സിലായി. ഇത് വ്യൂസിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇവിടുത്തെ ഒരു അധ്യാപകൻ പറഞ്ഞൊരു കാര്യം വളരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് പുള്ളിക്കാരൻ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ കട്ട് ചെയ്യാതെ നിങ്ങളെ കാണിച്ചതാണ്. സോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി, അല്ലെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അറിയാമല്ലോ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ വീണ്ടും സന്ധിക്കുമായിരിക്കും. വണക്കം.